വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാനിനിയും 65. അപ്പോ എനിക്കിനിയെന്നും അച്ഛയുടെയും വിഭാമ്മയുടെയും കൂടെ താമസിക്കല്ലേ ചെറിയച്ച്? ശ്രുതിക്കുട്ടിയുടെ ചോദ്യം കേട്ടതും സുദേവ് തിരിഞ്ഞ് അവളുടെ കവിളിൽ ഉമ്മ വെച്ചു. അവളും തിരികെ അച്ഛന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ തിരികെ നൽകി. ഈയിടെ ഈ രേഷ്മ കസ്റ്റഡിയിലായ സ്ഥിതിക്ക് ഇതിനു പുറകിലുള്ളവർ ഇനി വിജിലന്റ് ആവില്ലേ? സുദേവ് തന്റെ സംശയം പ്രകടിപ്പിച്ചു. രേഷ്മയെ ഇപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ചേട്ടാ. അവിടെ എത്തും മുന്നേ ഓൺ ദ വേ അവർ മരിച്ചുപോയതായിട്ടായിരിക്കും പുറത്തു വരുന്ന വാർത്ത. അതുകൊണ്ട് അവർ ജിതിന്റെ പുറകെ പോവുകയുള്ളൂ. പോലീസിന് രേഷ്മയെ ചോദ്യം ചെയ്യാനുള്ള സാവകാശവും കിട്ടും. വാവ ജിതിന്റെ മകളല്ലാത്തതുകൊണ്ട് ഇനി അവർ മോളുടെ പുറകെ വരാൻ സാധ്യത കുറവാണ്. എങ്കിലും അവൻ പിടിയിലാകുന്നതുവരെ മോളെ ഒറ്റയ്ക്ക് പുറത്തേക്കൊന്നും വിടണ്ട. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായതുപോലെ സുദേവ് ഒന്ന് മൂളി. നിങ്ങളിനി വെയിറ്റ് ചെയ്യണമെന്നില്ല, നേരെ എറണാകുളത്തേക്ക് പോയിക്കോ. ഒരു പോലീസ് വണ്ടി എസ്കോർട്ടും ഉണ്ടാവും. പിന്നെ അവിടെ ഫ്ലാറ്റിന്റെ പരിസരത്തും കുറച്ച് ദിവസത്തേക്ക് മഫ്തിയിൽ പോലീസുകാരുണ്ടാവും. പോകും വഴി ഇനി ഭക്ഷണമൊന്നും കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറണ്ട കേട്ടോ. ഇവിടെ നിന്ന് തന്നെ വല്ലതും കഴിച്ചിട്ട് പോയാൽ മതി. ചെറിയച്ഛൻ പറഞ്ഞത് കേട്ട് ശ്രുതിക്കുട്ടി ഭയം നിറഞ്ഞ കണ്ണുകളോടെ അച്ഛനെ നോക്കി. അവളുടെ കണ്ണുകളിലെ ഭയം തിരിച്ചറിഞ്ഞ വിഭ അവളെ ചേർത്തു പിടിച്ച് കവിളിൽ തലോടി ആശ്വസിപ്പിച്ചു. എന്താ ഇനി നിന്റെ പ്ലാൻ? അവരെ ഒന്ന് ശ്രദ്ധിച്ച ശേഷം സുദേവ് തിരിഞ്ഞ് ഹരിയോട് ചോദിച്ചു. രേഷ്മയുടെ ഫ്ലാറ്റ് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നറിയാൻ. ഫ്ലാറ്റ് അറിയാവുന്നതിനാൽ ഞാനും ഇവരുടെ കൂടെ ഉണ്ടാകും. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാൻ ചേട്ടാ. ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നാൽ ഇതൊരു സെൻസേഷണൽ കേസാകുമല്ലോടാ. അതെ, രാഷ്ട്രീയക്കാരാരെങ്കിലും പുറകിലുണ്ടോന്നും അറിയില്ലല്ലോ. എന്തായാലും രമേശ് സാർ രണ്ടും കൽപ്പിച്ചിറങ്ങിയേക്കുവാ. എന്നാ പിന്നെ ഇനി വൈകാൻ നിൽക്കണ്ട. ക്യാൻറ്റീനിൽ നിന്ന് വല്ലതും കഴിച്ചിട്ട് നിങ്ങൾ പോകാൻ നോക്കിക്കോ. ശ്രുതിക്കുട്ടിയുടെ മുടിയിഴകളിൽ വാത്സല്യത്തോടെ ഒന്ന് ചിക്കിയിട്ട് ഹരി കാറിന് വെളിയിലേക്ക് ഇറങ്ങി. ഭക്ഷണം വല്ലതും വാങ്ങി വരാമെന്നും പറഞ്ഞ് സുദേവും അവന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. അവരുടെ അടുത്തേക്ക് എത്തിയ ഒരു പോലീസുകാരനോട് എന്തോ സംസാരിച്ച ശേഷം ഹരി കാഷ്വാലിറ്റിക്ക് നേരെ നടന്നു. ആ പോലീസുകാരൻ സുദേവിനടുത്തേക്ക് വന്നു. സാർ, നിങ്ങൾ പുറപ്പെടുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എറണാകുളം വരെ എസ്കോർട്ട് വരാനാ രമേശ് സാർ പറഞ്ഞിരിക്കുന്നത്. അയാൾ ഭവ്യതയോടെ പറഞ്ഞു. ഞാൻ മോൾക്കും വൈഫിനും ഭക്ഷണം എന്തെങ്കിലും വാങ്ങാൻ പോവുകയാണ്. അത് കഴിച്ചിട്ട് നമുക്ക് പുറപ്പെടാം. മതി, എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ആ പോലീസുകാരൻ അതും പറഞ്ഞ് ബൊലേറോയ്ക്ക് നേരെ നടന്നപ്പോൾ സുദേവ് കാറിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് മെഡിക്കൽ കോളേജിന്റെ ക്യാൻറ്റീനിലേക്ക് നടന്നു. തിരികെ പോകും വഴി എങ്ങും ഇറങ്ങരുതെന്ന് ഹരി പറഞ്ഞിരുന്നെങ്കിലും വഴിയിൽ കണ്ടൊരു തുണിക്കടയിൽ നിർത്തി ശ്രുതിക്കുട്ടിക്ക് ആവശ്യമായ വസ്ത്രങ്ങളും മറ്റും വാങ്ങിയ ശേഷമാണ് അവർ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചത്. സുദേവിനോടും വിഭയോടുമൊപ്പം ഫ്ലാറ്റിലെത്തിയ ശ്രുതിക്കുട്ടി ഉത്സാഹത്തിലായിരുന്നു. അവളൊന്ന് കുളിച്ച് ഫ്രഷാകാനായി വാഷ്റൂമിലേക്ക് കയറിയപ്പോൾ സുദേവ് വിഭയുടെ അടുത്തേക്കെത്തി. വിഭ അടുക്കളയിൽ പിറ്റേ ദിവസത്തേക്ക് വേണ്ട കറിക്ക് അരിയുന്ന തിരക്കിലായിരുന്നു. സുദേവ് അതിൽ നിന്നും ഒരു ക്യാരറ്റ് എടുത്ത് കടിച്ചുകൊണ്ട് സ്ലാബിന് മുകളിലേക്ക് കയറിയിരുന്നു. വിഭക്കുട്ടിയെ. എന്തോ? കറിക്കരിയുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവൾ വിളി കേട്ടു. അവിടെ കാറിൽ വെച്ച് ഹരി ആ രേഷ്മയുടെ കാര്യം പറഞ്ഞപ്പോ നീ നെഞ്ചിൽ കൈവെക്കുന്നത് കണ്ടല്ലോ. എന്തായിരുന്നു പ്രശ്നം? ക്യാരറ്റ് കടിച്ചുകൊണ്ട് അവൻ അവളെ ഒന്ന് ചുഴിഞ്ഞു നോക്കി. മുഖത്തെ ചമ്മൽ അവൻ കാണാതിരിക്കാനായി എരിവ് വലിച്ചുകൊണ്ടവൾ അവനിരിക്കുന്നതിന് എതിർവശത്തേക്ക് മുഖം തിരിച്ചു. ഓയ്, ഇവിടെ നോക്കടാ. അവൾ നേരെ നോക്കാതായതോടെ കയ്യിലിരുന്ന ക്യാരറ്റിന്റെ അറ്റം കൊണ്ട് അവൻ അവളുടെ കവിളിലൊന്ന് കുത്തി. എന്താ? മനഃപൂർവ്വമൊരു ഈർഷ്യയുടെ ഭാവം മുഖത്തണിഞ്ഞുകൊണ്ട് അവൾ അവനെ നോക്കി. നീ എന്തിനാ അവിടെ വെച്ചങ്ങനെ കാണിച്ചതെന്ന് അവൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഞാൻ ഓർക്കണില്ല. അവൾ നിസ്സാര ഭാവത്തോടെ ക്യാരറ്റ് അരിയുന്നതിൽ ശ്രദ്ധിച്ചു. ഡേ വിഭക്കുട്ടി. അവന്റെ സ്വരമൊന്ന് കനത്തതും അവൾ പരിഭവം നിറഞ്ഞ കണ്ണുകളോടെ മുഖമുയർത്തി. എന്താടാ ചക്കരെ? അവളുടെ നോട്ടത്തിലടങ്ങിയിരുന്ന സങ്കടം കണ്ടതും അവൻ അവളുടെ താടിക്ക് പിടിച്ചൊന്ന് കൊഞ്ചിച്ചു. അത് പിന്നെ അച്ഛനും മോളും കൂടിയിരുന്ന് അമ്മയുടെ കാര്യം പറയുന്ന കേട്ടപ്പോ ഞാൻ പുറത്തായ പോലെ തോന്നി. അച്ചോടാ, എന്റെ മോളൂട്ടിക്ക്
ഒട്ടും കുശുമ്പില്ലാട്ടോ. അവനൊരു കുസൃതി ചിരിയോടെ അവളുടെ കവിളുകളിൽ പിടിച്ച് വലിക്കുമ്പോഴാണ് അടുക്കളയുടെ വാതിൽക്കൽ നിന്നും ഒരു ആക്കിച്ചുമ അവർ കേട്ടത്. ചുമയുടെ ശബ്ദം കേട്ടതും അവർ തിരിഞ്ഞു നോക്കി. അവർക്ക് നേരെ നോക്കാതെ വാതിലിൽ ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ശ്രുതിക്കുട്ടിയെ കണ്ടതും വിഭയുടെ മുഖത്തൊരു ചമ്മൽ നിറഞ്ഞു. സുദേവിന് പക്ഷേ ഭാവമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താടാ കാന്താരി അവിടെ തന്നെ അങ്ങ് നിന്ന് കളഞ്ഞത്? ഇങ്ങ് വാ. അവൻ അവളെ കൈ കാട്ടി വിളിച്ചു. ആ വിളി കേൾക്കാത്തതുപോലെ അവൾ അവിടെ തന്നെ നിന്നതേയുള്ളൂ. അതെ, ഇനി ഈ വീട്ടിൽ പറക്കമുറ്റത്തൊരു കൊച്ചുകൂടി ഉണ്ടെന്ന് രണ്ടുപേരും ഓർത്താ കൊള്ളാം. അവർക്ക് നേരെ നോക്കാതെ ചുരണ്ടൽ തുടർന്നുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു. അതേത് കൊച്ച്? സുദേവ് ഒരു കുസൃതിയോടെ വിഭയെ നോക്കി. ശ്രുതിക്കുട്ടി പറയുന്നത് കളിയോ കാര്യമോ എന്നറിയാതെ വിഭ പരിഭ്രമത്തോടെ അവരെ നോക്കുകയായിരുന്നു. ഈ കുട്ടി സ്വയം തന്നിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശ്രുതിക്കുട്ടി മറുപടി പറഞ്ഞത്. ആഹാ, എന്നാ ആ കുട്ടി ഇങ്ങോട്ടൊന്ന് വന്നേ. വരില്ലെന്നവൾ തലയാട്ടി. അത്രക്കായോ? പാടി വാവയുടെ. അവൻ സ്ലാബിൽ നിന്നും ചാടി ഇറങ്ങിയതും ശ്രുതിക്കുട്ടി ചിരിച്ചുകൊണ്ട് വിഭയുടെ നേരെ ചാടി അവൾക്കു പിറകിലൊളിച്ചു. ആദ്യമൊന്നു പകച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അച്ഛന്റെയും മോളുടെയും കളിയിൽ അവളും കൂടെ കൂടി. സുദേവ് വാവയെ പിടിക്കാനായുമ്പോഴൊക്കെ വിഭ അവനെ തള്ളിമാറ്റി അവളെ രക്ഷിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ കിതച്ചുകൊണ്ട് മൂവരും സ്ലാബിലേക്ക് ചാരിയിരുന്നപ്പോൾ സുദേവ് ശ്രുതിക്കുട്ടിയെ തന്റെ അരികിലേക്ക് ചേർത്തണച്ചു പിടിച്ചു. ഡീ വാവേ, ഇവിടിപ്പോ നീ മാത്രമല്ല കുട്ടിയായിട്ടുള്ളത്. അവളുടെ താടിയിലൊന്ന് കിള്ളിക്കൊണ്ട് സുദേവ് പറഞ്ഞു. പിന്നെ? അവൾ ആകാംക്ഷയോടെ അച്ഛനെ നോക്കി. ദാ നമ്മുടെ ഈ വിഭക്കുട്ടിയും ഒരു കുട്ടി തന്നെയാ. തൊട്ടടുത്തു നിന്ന് അച്ഛനെയും മകളെയും ചെറിയൊരു കുശുമ്പോടെ നോക്കി നിന്ന വിഭയെ മറ്റേ കൈകൊണ്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് സുദേവ് പറഞ്ഞതും വിഭയുടെ മുഖം വിടർന്നു. ആണോ വിഭക്കുട്ടി? അച്ഛനെ വട്ടം ചുറ്റിപ്പിടിച്ച് ഒരു കുസൃതി തിരിയോടെ ശ്രുതിക്കുട്ടി ചോദിച്ചു. അങ്ങനൊന്നുമില്ലട്ടോ വാവേ, നിന്റെ അച്ഛൻ ചുമ്മാ പറയുന്നതാ. അവളൊന്ന് കെറുവിക്കാൻ ശ്രമിച്ചു. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. അതും പറഞ്ഞുകൊണ്ടവൻ അവളുടെ ഇടത്തെ കവിളിലൊന്ന് വലിച്ചപ്പോൾ ശ്രുതിക്കുട്ടിയും കൈയുയർത്തി വിഭയുടെ മറ്റേ കവിളിൽ പിടിച്ചു വലിച്ചു. നിറഞ്ഞ ചിരിയോടെ വിഭ സുദേവിന്റെ തോളിലേക്ക് ചാരി. അവൾ കൈനീട്ടി ബാവയെയും ചേർത്ത് പിടിച്ചപ്പോൾ ഏറെ നാളായി കൊതിച്ചിരുന്ന സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും തണലിലെത്തിയ സന്തോഷത്തോടെ ശ്രുതിക്കുട്ടി അവരിരുവരെയും നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ഉണ്ണിയേട്ടാ, ബാബയുടെ ബാംഗ്ലൂരിലുള്ള സ്കൂളിൽ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം ഇനി പറയണ്ടേ? ഇവളെ നമുക്കിനി ഇവിടെയുള്ള ഏതെങ്കിലും സ്കൂളിൽ ചേർത്താൽ മതി കേട്ടോ. അടുക്കളയിലെ പണിയെല്ലാം ഒതുക്കിയ ശേഷം 3 പേരും കൂടി ഹാളിൽ വന്നിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ വിഭ പറഞ്ഞത് കേട്ട് സുദേവ് ആലോചനയോടെ തലകുലുക്കി. സുദേവിന്റെ തോളിൽ തല ചായ്ച്ചിരിക്കുകയായിരുന്ന ശ്രുതിക്കുട്ടി ആകാംക്ഷയോടെ അവരിരുവരെയും നോക്കി. നാളെ എന്തായാലും ആദ്യം ഇവരുടെ സ്കൂളിൽ വിളിച്ചൊന്ന് സംസാരിക്കാം. അത് മാത്രമല്ല, ഇവരുടെ കസ്റ്റോഡിയൽ റൈറ്റ് രേഷ്മയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ വക്കീൽ ജിനീഷ് മോളിനോട് കൂടി ഒന്ന് സംസാരിക്കണം. പിന്നെ ഇവളെയും കൊണ്ട് അപ്പച്ചിയുടെ അടുത്തൊന്ന് പോണം. ശബരിയോട് നാളെ കാലത്ത് തന്നെ വിളിച്ച് കാര്യങ്ങൾ പറയാം. ശബരി ചെറിയച്ഛന്റെ കാര്യം കേട്ടതും ശ്രുതിക്കുട്ടി അച്ഛന്റെ തോളിൽ നിന്നും മുഖമുയർത്തി. അച്ഛൻ, എനിക്ക് അപ്പൂസിനെ അമ്മൂസിനെ കാണണം. പറയുന്നതിനിടയിൽ അവൾ അവന്റെ മീശയുടെ തുമ്പുകൾ മുകളിലേക്ക് പിരിച്ചു വെച്ചു. നിന്റെ കാര്യം പറയുമ്പോൾ തന്നെ അവനെന്തായാലും നിന്നെ കാണാൻ വരും. അപ്പോ പിള്ളേരെയും കൊണ്ടുവരാൻ പറയാം. ആ, അത് മതി. അച്ഛന്റെ പിരിച്ചുവെച്ച മീശയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടവൾ തലകുലുക്കി. വാവയെ ഏത് സ്കൂളിൽ ചേർക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിഭ അപ്പോഴാണ് അവന്റെ ആ പിരിച്ചുവെച്ച മീശ കണ്ടത്. അയ്യേ, ഇതെന്തൊന്നാ മീശ ഇങ്ങനെ വെച്ചേക്കുന്നേ? പറഞ്ഞതിനൊപ്പം അവൾ കൈ ഉയർത്തി അവന്റെ മീശയുടെ തുമ്പുകൾ നേരെയാക്കി. ഏയ്, അച്ഛന്റെ മീശ പിരിച്ചു വെക്കുന്നത് കാണാനാ ഭംഗി. ശ്രുതിക്കുട്ടിയത് വീണ്ടും പിരിച്ചുയർത്തി. വിഭയത് വീണ്ടും താഴ്ത്താൻ കൈ ഉയർത്തിയതും വലതുവശത്തെ മീശത്തുമ്പ് ശ്രുതിക്കുട്ടി കൈകൊണ്ട് മറച്ചു പിടിച്ചു. വിഭമ വേണേ മറ്റേ മീശത്തുമ്പ് താത്തിക്കോ, ഇതെന്റെ സൈഡാ. ഈ സൈഡേ ഇങ്ങനെ പിരിച്ചിരിക്കട്ടെ. ഇടതുവശത്തെ മീശത്തുമ്പ് താഴേക്കും വലതുവശത്തെ തുമ്പ് മുകളിലേക്കും പിരിച്ചു വെച്ച നിലയിലിരിക്കുന്ന അവനെ കണ്ട് ഇരുവശത്തും ഇരുന്ന് മുഖം പൊത്തിച്ചിരിക്കുന്നവളുമാരെ നോക്കി അവൻ തലകുലുക്കി. താങ്ക് യു.
അങ്ങനെ എന്റെ കാര്യത്തിലൊരു തീരുമാനമായി അല്ലേ? ഇരുവരും ഒരുമിച്ചായിരുന്നു അവനുള്ള മറുപടി കൊടുത്തത്. ഡൈനിങ് ഹാളിനോട് ചേർന്നുള്ള ബെഡ്റൂമാണ് ശ്രുതിക്കുട്ടിക്ക് വേണ്ടി സുദേവ് വിഭയും ചേർന്ന് ശരിയാക്കിയത്. ഉണ്ണിയേട്ടൻ ഇന്ന് വേണേ വാവയ്ക്കൊപ്പം ഇവിടെ കിടന്നോട്ടോ. നിങ്ങൾ അച്ഛനും മോൾക്കും കൂടി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവില്ലേ? കിടക്കയുടെ വിരിപ്പ് കുടഞ്ഞു വിരിക്കുന്നതിനിടയിൽ വിഭ പറഞ്ഞത് കേട്ട് കണ്ണുകൾ ചുരുക്കി ചുണ്ടിലൊളിപ്പിച്ചൊരു കുസൃതി ചിരിയുമായി സുദേവ് അവളെ നോക്കി. ശരിക്കും അപ്പോ വിഭക്കുട്ടിക്ക് വിഷമാവില്ലേ? എന്തിന്? ഏയ് അതെന്തായാലും വേണ്ട. ആ, സാരമില്ല ഉണ്ണിയേട്ട, ഞാനല്ലേ പറയുന്നേ. എന്നാ ശരി. അത് കേട്ടതും അവളുടെ മുഖം മങ്ങിയത് ശ്രദ്ധിക്കാത്ത മട്ടിൽ സുദേവ് നിന്നു. കുറച്ചുകൂടൊന്ന് നിർബന്ധിക്കായിരുന്നില്ലേ ദുഷ്ടൻ? പിറുപിറുത്തുകൊണ്ടവൾ പുറത്തേക്ക് പോകുന്നതും നോക്കി സുദേവ് ചിരിയോടെ നിന്നു. രാത്രി ശ്രുതിക്കുട്ടി ഒറ്റയ്ക്ക് കിടന്നോളാമെന്ന് പറഞ്ഞെങ്കിലും സുദേവ് വന്ന് അവളോടൊപ്പം തന്നെയാണ് കിടന്നത്. അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്ന അവളുടെ മുടിയിൽ സുദേവ് മെല്ലെ തലോടി. വാവേ. എന്താ അച്ഛേ? അവൾ വിളി കേട്ടു. മോൾക്ക് അമ്മയെക്കുറിച്ചോർത്ത് വിഷമമുണ്ടോടാ? ആ ചോദ്യത്തിന് മുന്നിൽ അല്പനേരത്തേക്ക് അവൾ നിശബ്ദയായിരുന്നു. അവളിൽ നിന്നും പ്രതികരണമൊന്നുമില്ലാതെ വന്നതോടെ അവൻ വീണ്ടും വിളിച്ചു. വാവേ. ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ടച്ചേ. എന്തായാലും അമ്മയല്ലേ. പക്ഷേ അമ്മ അച്ഛനെ എന്തോരാ വിഷമിപ്പിച്ചിട്ടുള്ളേ. ഞാനന്ന് കുഞ്ഞായിരുന്നെങ്കിലും ആരും കാണാതെ അച്ഛൻ കരയുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്തിനാ അച്ഛേ അമ്മ അയാളോടൊപ്പം പോയത്? അത് ഓർക്കുമ്പോൾ ദേഷ്യമുണ്ട്. ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ പറയാറുണ്ട് റീപാർട്ടീസോന്ന്. 12 വയസ്സാകാറായൊരു കുട്ടിയേക്കാൾ പ്രായോഗിക ബുദ്ധിയോടെ അവൾ സംസാരിക്കുന്നത് കേട്ട് സുദേവ് അഭിമാനം നിറഞ്ഞ പുഞ്ചിരിയോടെ അവളെ ചേർത്തു പിടിച്ചു. അല്പനേരം നിശബ്ദയായിട്ടിരുന്നിട്ട് അവൾ വിളിച്ചു. അച്ഛേ. എന്താടാ? വിഭാമ്മേനെ ഒറ്റയ്ക്ക് കിടത്തണ്ടായിരുന്നു. ഇനി അത് കാരണം വിഭാമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നോ? ദീപക്കുട്ടിക്കോ? നിന്നോടോ? അതെ. എടാ, അച്ഛ പറഞ്ഞില്ലേ ദീപക്കുട്ടിയും നിന്നെപ്പോലൊരു കുട്ടിയാണെന്ന്. അതെന്തുകൊണ്ടാണെന്ന് മോൾക്കറിയോ? കണ്ണുകൾ അടച്ചു കിടന്നുകൊണ്ട് സുദേവ് ചോദിച്ചു. കിടക്കയിൽ കിടന്നുകൊണ്ട് അവൾ തോളുകൾ അനക്കി. എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. അച്ഛൻ പറഞ്ഞതിന്റെ പൊരുളറിയാതെ ശ്രുതിക്കുട്ടി ആലോചനയോടെ കിടന്നു. അല്പസമയം കൂടി കഴിഞ്ഞതോടെ പുതപ്പും തോളിലിട്ട് ബെഡ്റൂമിന്റെ വാതിൽക്കലെത്തിയ വിഭയെ ബെഡ്റൂം ലാമ്പിന്റെ അരണ്ട വെളിച്ചത്തിൽ കണ്ടതോടെ അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കിയ അവൾ ശബ്ദം പുറത്തു കേൾപ്പിക്കാതെ വാ പൊത്തിച്ചിരിച്ചു. അവരുടെ കട്ടിലിനടുത്തേക്ക് എത്തിയ വിഭ കട്ടിലിന്റെ കാൽക്കൽ കൂടി കട്ടിലേക്ക് വലിഞ്ഞു കയറിയിട്ട് ഭിത്തിയോട് ചേർന്ന് ചരിഞ്ഞു കിടന്നു. എന്തേ ഇത്ര വൈകിയേ? കണ്ണുകൾ തുറക്കുകയോ വിഭയുടെ നേരെ തിരിയുകയോ ചെയ്യാതെ സുദേവ് ചോദിച്ചത് കേട്ട് ശ്രുതിക്കുട്ടി പൊട്ടിച്ചിരിച്ചു. ഓ, അച്ഛനും മോളും കൂടി കളിയാക്കുവല്ലേ? പരിഭവം നിറഞ്ഞ ചോദ്യം കേട്ടതും സുദേവ് അവൾക്ക് നേരെ തിരിഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു. ഓ വേണ്ട, നീ പോവണ്ട. ഇന്നിവിടെ നമുക്ക് 3 പേർക്കും കൂടി ഒന്നിച്ചു കിടക്കാന്ന് ഒന്നും പറയാൻ തോന്നിയില്ലല്ലോ. പരിഭവം വിട്ടുമാറാതെ അവൾ പറഞ്ഞത് കേട്ട് ശ്രുതിക്കുട്ടി അച്ഛന്റെ മുകളിൽ കൂടി മറിഞ്ഞ് വിഭയുടെ അങ്ങേ വശത്തെത്തി അവളെ വട്ടം കെട്ടിപ്പിടിച്ച് കവിളിൽ കിള്ളി വലിച്ചു. അച്ഛയുടെ ഈ വിഭക്കുട്ടി ആളെ എന്നേക്കാൾ കുഞ്ഞാണല്ലോ. അത് കേട്ടതോടെ മുഖത്തൊരു ചെറു ചിരി വിരിഞ്ഞ വിഭ അവളെ തിരികെ ചേർത്ത് പിടിക്കുന്നതിനിടയിൽ അങ്ങേ വശത്തു നിന്നും നീണ്ടുവന്ന സുദേവിന്റെ കൈ അവരെ രണ്ടുപേരെയും ഒന്നാകെ പൊതിഞ്ഞു. പിറ്റേന്ന് കാലത്തെ ന്യൂസ് പേപ്പറുകളിലും ടിവിയിലുമൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു സ്വർണ്ണക്കടത്തിനു പിറകിലെ ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ. എറണാകുളം കളക്ടറേറ്റിലെയും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെയും പ്രമുഖരായ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടന്നിരുന്ന സ്വർണ്ണക്കടത്തിന് പിന്നിൽ ഭരണപക്ഷത്തെ ചില പ്രമുഖരും ഉണ്ടായിരുന്നു എന്നത് വർദ്ധിച്ച ഉത്സാഹത്തോടെയാണ് മീഡിയ കൊണ്ടാടിയത്. മുഖ്യമന്ത്രിയുടെ എതിർചേരിയിൽപ്പെട്ടവരായിരുന്നു അതിനു പിന്നിൽ ഉണ്ടായിരുന്നത് എന്നതിനാൽ അദ്ദേഹത്തിന്റെ മൗനാനുവാദവും കാര്യങ്ങൾ എളുപ്പത്തിൽ നീക്കുന്നതിന് പോലീസിന് സഹായകമായി. ഒറ്റ രാത്രി കൊണ്ട് തന്നെ കൂട്ടേണ്ടവരെയെല്ലാം പോലീസും കസ്റ്റംസും ചേർന്ന് കൂട്ടിയിരുന്നു. ജിതിനും രേഷ്മയും ചേർന്ന് അതിനിടയിൽ നിന്ന് നടത്തിയ തിരിമറിയാണ് കേസിന് തുമ്പുണ്ടാക്കാൻ സഹായിച്ചത് എന്ന നിലയിലായിരുന്നു വാർത്തകൾ വന്നത്. ജിതിനു വേണ്ടി പോലീസ് വല വിരിച്ചിരിക്കുകയാണ് എന്നതായിരുന്നു മറ്റൊരു വാർത്ത.
മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രക്ഷോഭത്തിന്റെ മുനയൊടിക്കും വിധമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണവും. സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരായാൽ പോലും അനീതിക്കെതിരെ പോരാടുക എന്ന പാർട്ടിയുടെ സ്ഥാപിത താൽപര്യം ഉയർത്തിപ്പിടിച്ച മുഖ്യമന്ത്രി തന്റെ സ്ഥാനം ഭദ്രമാക്കിയപ്പോൾ പാർട്ടിയിൽ തനിക്കെന്നും തലവേദനയായിരുന്ന വിമതരെ ഒതുക്കാൻ സാധിച്ചതിന്റെ സന്തോഷം അദ്ദേഹവും അനുയായികളും രഹസ്യമായി കൊണ്ടാടുകയായിരുന്നു. വാർത്ത അറിഞ്ഞ ഉടനെ സുദേവ് ശ്രീഹരിയെ വിളിച്ചു. അവനപ്പോഴും ആലപ്പുഴ SP ഓഫീസിൽ തന്നെയായിരുന്നു. സുദേവിന്റെ കോൾ കണ്ടതും അവൻ ഫോൺ എടുത്തു. എടാ, ഇന്നലെ രാത്രി കൊണ്ട് തന്നെ എല്ലാവരെയും പൊക്കിയോ? കോൾ കണക്റ്റായ ഉടനെ സുദേവ് ചോദിച്ചു. ആ ചേട്ടാ, മുഖ്യന്റെ സ്പെഷ്യൽ ഓർഡറായിരുന്നു. അത് കാരണം ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. പോലീസും കസ്റ്റംസും ചേർന്നുള്ള ഒരു ഓപ്പറേഷനായിരുന്നു. ഞാനിപ്പോഴും ആലപ്പുഴ SP ഓഫീസിലാ. മംഗലാപുരത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുക. ആ ജിതിൻ അവിടെയുണ്ടെന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അവനെ നേരിട്ടറിയാവുന്ന ആളെന്ന നിലയ്ക്ക് ഞാനും കൂടി ടീമിൽ വേണമെന്ന് ഇവിടുത്തെ SHOക്ക് നിർബന്ധം. അതുകൊണ്ട് സ്പെഷ്യൽ സാങ്ഷനിൽ ഞാനും കൂടെ പോവുകയാണ്. എടാ, പിന്നെ ഞാനിന്ന് നമ്മുടെ വക്കീലിനെ കാണാൻ പോവുകയാണ്, ബാബയുടെ ആ കസ്റ്റോഡിയൽ റൈറ്റ് മാറ്റുന്നതിനായിട്ട്. ഓ, അതിനി പ്രയാസമൊന്നും ഉണ്ടാകില്ലെന്നേ. ഇന്ന് പേപ്പറിൽ വന്നിരിക്കുന്ന ആ വാർത്ത തന്നെ ധാരാളം മതി. വക്കീലിനോട് കാര്യം പറഞ്ഞാൽ പുള്ളിക്കിനി അത് വളരെ എളുപ്പമായിരിക്കും. അവരുടെ ബാംഗ്ലൂരിലുള്ള സ്കൂളിലും ഈ കാര്യമൊന്ന് വിളിച്ചു പറയണ്ടേ? അവിടെ നിന്നും ടീസ് വാങ്ങിയിട്ട് ഇവിടെ ചേർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് കോടതിയിൽ നിന്നും ആ കസ്റ്റോഡിയൽ റൈറ്റ് മാറ്റിക്കിട്ടിയതിനു ശേഷം പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോടതി സ്പെഷ്യൽ സിറ്റിങ്ങിലൂടെ വേഗത്തിൽ അത് സാങ്ഷനാകാൻ സാധ്യതയുണ്ട്. പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയുടെ ഭാവിയുടെ കാര്യമല്ലേ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാല്ലേ? അത് മതി ചേട്ടാ. ഇന്നലെ നീ പറഞ്ഞത് രേഷ്മ മരിച്ചു എന്നുള്ള വാർത്ത വരുമെന്നല്ലേ? പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ വന്നത്. അത് പിന്നെ ഇന്നലെ രാത്രി തന്നെ എല്ലാവരെയും പൂട്ടിയതുകൊണ്ട് അങ്ങനെ ഒരു വാർത്ത കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. പിന്നെ അമ്മയുടെ അടുത്ത് അവളെ ഒന്ന് കൊണ്ടുപോണേ. കാര്യങ്ങളൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. വക്കീലിനെ പോയി കണ്ടതിന് ശേഷം അവളെയും കൂട്ടി ഞങ്ങൾ അപ്പച്ചിയുടെ അടുത്ത് പോകുന്നുണ്ട്. ശരി, എന്നാ നീ വെച്ചോ. മംഗലാപുരത്ത് എത്തിയിട്ട് വിളിക്ക്. ശരി ചേട്ടാ. ഹരി അതോടെ ആ കോൾ കട്ട് ചെയ്തു. സുദേവ് കാലത്തെ തന്നെ വിഭയെയും ബാബയെയും കൂട്ടി വക്കീലിനെ പോയി കണ്ട് അവരുടെ കസ്റ്റോഡിയൽ റൈറ്റ് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഹർജി കൊടുക്കാനുള്ള കാര്യങ്ങൾ ശരിയാക്കി. ഹരി പറഞ്ഞതുപോലെ തന്നെ വക്കീലും അത് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. വക്കീലിനെ കൊണ്ട് തന്നെ സുദേവ് അവിടെ നിന്നും ശ്രുതിക്കുട്ടിയുടെ ബാംഗ്ലൂരിലുള്ള സ്കൂളിലേക്ക് വിളിച്ച് പ്രിൻസിപ്പാളിനോട് സംസാരിച്ചു. അതും ഹരി പറഞ്ഞതുപോലെ തന്നെയായിരുന്നു പ്രിൻസിപ്പൽ പ്രതികരിച്ചത്. ജിതിനും രേഷ്മയും കൂടി വന്ന് അവളെ സ്കൂളിൽ ചേർത്തതുകൊണ്ട് അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ സുദേവിന്റെ പേരുണ്ടെങ്കിലും മതിയായ രേഖകളില്ലാതെ അവൾക്ക് അവിടെ നിന്നും ടീസി നൽകാൻ സാധ്യമല്ല എന്നതായിരുന്നു പ്രിൻസിപ്പൽ പറഞ്ഞത്. കസ്റ്റോഡിയൽ റൈറ്റ് എത്രയും വേഗം സുദേവിന്റെ പേരിലാക്കാനുള്ള കാര്യങ്ങൾ നീക്കാൻ വക്കീലിനോട് പറഞ്ഞിട്ട് അവർ അവിടെ നിന്നും ഇറങ്ങി. ശ്രുതിക്കുട്ടിക്ക് വേണ്ട സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തതിന് ശേഷം അവർ നേരെ കളമശ്ശേരിയിൽ അപ്പച്ചിയുടെ വീട്ടിലേക്കാണ് പോയത്. അവർ ചെല്ലുമ്പോൾ പതിവ് പോലെ അപ്പച്ചി പറമ്പിൽ മുറ്റം വൃത്തിയാക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഗേറ്റ് കടന്നു വരുന്ന സുദേവിന്റെ കാറ് കണ്ടതും സന്തോഷത്തോടെ അടുത്തേക്ക് ചെന്ന അപ്പച്ചി അതിൽ നിന്നും ചാടി ഇറങ്ങിയ ശ്രുതിക്കുട്ടിയെ കണ്ട് വാ പൊളിച്ചു. അമ്മമ്മേ! ഓടിച്ചെന്ന അവൾ അപ്പച്ചിയെ കെട്ടിപ്പിടിച്ച് ഇരു കവിളുകളിലും ഉമ്മ വയ്ക്കുമ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ അപ്പച്ചി അവളെ ചേർത്തു പിടിച്ചു. അമ്മമ്മയുടെ കുട്ടൻ എപ്പോഴാടാ എത്തിയേ? അച്ഛന്റെ കൂടെ പോരാൻ നിന്റെ അമ്മ സമ്മതിച്ചോ? അപ്പച്ചി ഒറ്റ ശ്വാസത്തിൽ ചോദിക്കുമ്പോഴേക്കും കാറിൽ നിന്നിറങ്ങിയ സുദേവും വിഭയും അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. പറയാം, അപ്പച്ചി വാ. സുദേവ് അപ്പച്ചിയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. അകത്ത് കയറിയ ശേഷം സുദേവ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അല്പനേരത്തേക്ക് പകച്ചിരുന്ന അപ്പച്ചി ശ്രുതിക്കുട്ടിയെ ചേർത്തു പിടിച്ച് അവരുടെ കവിളുകളിൽ ഉമ്മ വെച്ചു. കാലത്ത് പത്രത്തിലെ വാർത്ത കണ്ടിരുന്നെങ്കിലും കൂടുതൽ വിശദമായി വായിക്കാതിരുന്നത് കൊണ്ട് തന്നെ അതിൽ പറഞ്ഞിരുന്ന രേഷ്മ സുദേവിന്റെ ഭാര്യയായിരുന്നവളാണെന്ന് അപ്പച്ചി കരുതിയിരുന്നില്ല. ശ്രുതിക്കുട്ടി വന്ന വിവരം സുദേവും ശ്രീഹരിയും അപ്പച്ചിയോട് പറഞ്ഞിരുന്നതുമില്ല. കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞതും അച്ഛനെ പോലെ തന്നെ മകൾക്കും ഇഷ്ടപ്പെട്ട കൊഴുക്കട്ട ഉണ്ടാക്കുവാനായി അപ്പച്ചി അടുക്കളയിലേക്ക് ഓടി. ആ സമയം തന്റെ പ്രിയപ്പെട്ട സാധനങ്ങളായ കാരക്കയും മാങ്ങയുമൊക്കെ ഉപ്പിലിട്ടത് തപ്പി ശ്രീകുട്ടി സ്റ്റോർ റൂമിലേക്കും കയറി. അവൾക്കു പുറകെ നമ്മുടെ വിഭക്കുട്ടിയും. തുടരും. പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ
ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. കഥ ഇഷ്ടമാകുന്നവർ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ലൈക്കുകൾ നൽകിയും ലിങ്കുകൾ ഷെയർ ചെയ്തും സപ്പോർട്ടുമായി എന്നും കൂടെ നിൽക്കണേ. See you soon.